ഹായ് എൻ്റെ കൂട്ടുകാരെ, ഇന്നൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരെക്കുറിച്ച് നമുക്ക് ആ സ്നേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു കഥയായിട്ടും അത് അവർ ചെയ്തിരുന്ന ഇത് നമുക്ക് ഭവിക്കുന്ന ഇന്ന് നമുക്കും അതേപോലെ ഭവിക്കുന്ന ഒരു ചിന്താകുലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുകയാണ്. യേശു 12 ശിഷ്യന്മാരെ ഏറ്റവും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് 12 പേരെയും യേശു നന്നായി സ്നേഹിച്ചു. യേശു എവിടെ പോയാലും അവരുടെ കൂടെ ആ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ തിന്നാൻ, കുടിക്കാൻ, അപ്പം തിന്നാൻ, കുഴി എണ്ണാൻ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യൂദ, പത്രോസ്, ഇവരെ രണ്ടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. ആ യൂദായിൽ സാത്താൻ പ്രവർത്തിച്ചത് എവിടെയാണ്? അതായത് 13 അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, കൂടെ നടന്നിട്ട് എല്ലാം യേശു കർത്താവ് പറഞ്ഞു കൊടുത്ത് അവരെല്ലാം അംഗീകരിച്ച് അങ്ങനെ നടന്നപ്പോൾ യേശുവിനെ ഒറ്റയ്ക്ക് കൊടുത്ത് ഇസ്കരിക്കാത്ത യൂദ. യേശു ഉത്തരം പറഞ്ഞ് യൂദായ്ക്ക് വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കൽ ആകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. ഇന്ന് നമ്മളോടും കൂടെ നമ്മളും സ്നേഹിക്കുന്ന ഏറ്റവും നന്നായി സ്നേഹിച്ച് നമ്മളുടെയും കൂട്ടുകാർ ചിലപ്പം കൂട്ടുകാരിൽ യൂദാസ് കടന്നുകൂടും. അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത്. ആ കൂടെ നടക്കുന്നവർ, നമുക്കും കൂട്ടുകാരുണ്ട് അല്ലേ? നമ്മൾ നല്ല രീതിയിലായിരിക്കും നമ്മൾ അവരോട് പെരുമാറുന്നത്. പക്ഷേ നമ്മളുടെ ഒരു വാക്കുകളോ അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കുകളോ നമ്മുടെ ഹൃദയത്തിലോട്ട് വരുമ്പോൾ അവിടെയാണ് യൂദാസ് ജനിക്കുന്നത്. അപ്പോൾ ആ സ്വഭാവത്തിനൊരു വ്യത്യാസം ഉണ്ടാവും. യേശുവിൻ്റെ കൂടെ അങ്ങനെയല്ല, അത് വാഗ്ദത്ത പ്രകാരം അത് നടക്കണം എന്നായിരുന്നു. എന്നാൽ ദൈവം ഒരു ഭാഗത്ത് വചനത്തിൽ പറയുന്നു, നിന്നെ ഞാൻ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഈ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ് ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ഒരു സാക്ഷ്യത്തിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഈ ഉള്ള ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ കടന്ന് 10 ദിവസം കടന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്ക് എൻ്റെ കൂടെ ആരും വന്ന് നിൽക്കാൻ കാണത്തില്ല. മനുഷ്യർക്കൊക്കെ സ്നേഹമില്ല, സമയമില്ല. ഒന്നാമത്തെ കാര്യം, സ്വന്തക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും സമയമില്ല. എന്നാൽ ഏറ്റവും അടുത്ത് സ്നേഹിച്ച അല്ലെങ്കിൽ നമ്മളെ ഒന്നും സ്നേഹിച്ച് നടന്നിരുന്നവർക്ക് പോലും ചിലപ്പോൾ നമ്മളോട് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വരാനോ കാണാനോ ഒന്നും സമയം കാണത്തില്ല. എന്നാലും കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. അപ്പം ഈ യൂദായും കർത്താവിനെ ഏറ്റവും അടുത്ത് സ്നേഹിച്ച വ്യക്തിയാണ്. ആ യൂദായാണ് യേശുവിനെ ഒറ്റയ്ക്ക് കൊടുത്തത്. എങ്കിലും ആ യേശു പ്രവർത്തിച്ച പ്രവർത്തനം ലാസ്റ്റ് ബൈബിളിൽ പറയുന്നുണ്ട്. മരിച്ച് യേശുവിനെ അടക്കി കുരിശിൽ കയറ്റിയ സമയത്ത് അതുവരെയും യേശു യൂദായെ ചേർത്ത് പിടിച്ച്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമുക്കും നമ്മളിൽ കൂടെ നടക്കുന്നവർ യൂദായെ പോലെ അവരിൽ സാത്താൻ പ്രവർത്തിച്ചാലും അവരെയും നമ്മൾ ചേർത്ത് നിർത്തണം. അവരോട് നമുക്ക് അസൂയ തോന്നണ്ട, വെറുപ്പ് തോന്നണ്ട. അവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇറിറ്റേഷനും തോന്നാതെ അവരെ സ്നേഹിക്കുന്നുവെങ്കിലാണ് നാം ക്രിസ്തുവിൻ്റെ മക്കളായിത്തീരുന്നത്. അല്ലാതെ നാം അല്ലെങ്കിൽ കണ്ടില്ല, വന്നില്ല, പോയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിവിടെ കിടന്നപ്പം എനിക്കുള്ള അടുത്ത് അങ്ങനെ ആരും വന്നില്ലല്ലോ, ഞാനും അതുപോലെ ആയിരിക്കും. അങ്ങനെ ചെയ്താൽ നാം ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവം സ്നേഹിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മുഴങ്ങുന്ന ചെമ്പോ ചേങ്ങിലയോ ഒക്കെ ഉണ്ടെങ്കിലും ആ സ്നേഹത്തെ അവിടെ വർണ്ണിക്കുന്നത്, നിനക്ക് സ്നേഹമില്ല എങ്കിൽ ഒന്നുമല്ല. നിനക്ക് ക്ഷമിക്കാൻ കഴിവില്ലെങ്കിൽ നീ യേശുവിൻ്റെ മകളല്ല. നീ പിറുപിറുത്താൽ യേശുവിൻ്റെ മകളല്ല. എനിക്കൊരനുഭവം ഉണ്ടായി. എന്നോട് ഒരാൾ സംസാരിച്ച സമയത്ത് ഞാൻ അങ്ങനെ പൈശാചികമായ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൈശാചികത്തെ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് പൈശാചികത്തെ പേടിയില്ല, എനിക്ക് പിശാചിനെ പേടിയില്ല. ഞാൻ എൻ്റെ പിശാചിനെ കൊണ്ടല്ല നടക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിനെ കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയാനിടയായപ്പോഴത്തേന് അവർക്കതൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. അല്ല, അതങ്ങനല്ല, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമല്ലേ നമുക്കുള്ളൂ.
അപ്പോൾ കർത്താവ് പറഞ്ഞ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. ഉവ്വെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ നമ്മളുടെ കൂടെ നടക്കുന്നവർ നമ്മൾക്ക് നേരെ എന്ത് നമ്മളോട് സംസാരിച്ചാലും, തെറ്റ് സംസാരിച്ചാലും, അവർ നമ്മളെ വന്ന് കണ്ടില്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടാതെയും, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിലുള്ളവർക്ക് പരിഭവമില്ല. അവർക്ക് സ്നേഹം, ക്ഷമ, അനുകമ്പ, കരുണ, ദയ, പരോപകാരം ഇവയൊക്കെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇതില്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പിറുപിറുക്കുന്നുവെങ്കിൽ അത് യൂദാസായിത്തീരും. യൂദാസ് ഉള്ളിൽ ജനിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ഈ ഭൂമിയിൽ ദൈവത്തിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ സ്നേഹം ഉള്ളിൽ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ, ജീവനും ചൈതന്യമുള്ള ആത്മാവിനെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആരൊക്കെ നമ്മളെ വന്ന് കണ്ടില്ലെങ്കിൽ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൊലി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാതെ മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ ന്യായവിധിയിൽ ചെല്ലുമ്പോൾ പിറുപിറുപ്പ്, കുശുമ്പ്, പരിഭവം, എനിക്കൊരാൾ തന്നില്ല, വന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പരിഭവം കാണിക്കുന്നു. അതൊന്നും യേശുവിൻ്റെ ആത്മാവല്ല. യേശുവിൻ്റെ ആത്മാവ് ആത്മാവാകുന്നു, ജീവനുള്ള ആത്മാവാകുന്നു. അവനിൽ കള്ളങ്ങളില്ല, അവനിൽ ദുഷിപ്പില്ല, അവനിൽ സൗമ്യത, സമാധാനം, സന്തോഷം, വിശുദ്ധി, വേർപാട് ഇവയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ആരുടെ ഉള്ളിൽ യൂദാസുകളെ ജനിക്കാതിരിക്കുക. നമ്മുടെ ഭവനത്തിൽ യൂദാസുകൾ ജനിക്കും, നമ്മുടെ ഭർത്താവിൽ യൂദാസാവും, മക്കൾ യൂദാസാവും, യൂദാസിൻ്റെ ഹൃദയത്തിൽ ജനിച്ചതുപോലെ അവരിൽ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് കണ്ടില്ല എന്ന് വിചാരിച്ച് യേശുപ്പച്ചൻ ചേർത്ത് നിർത്തിയതുപോലെ അവരെയും നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായിത്തീരൂ, ക്രിസ്തുവിൻ്റെ മകളായിത്തീരൂ, ക്രിസ്തുവിൻ്റെ മകനായിത്തീരൂ. കഴിയുമോ? ഈ ഉള്ള ദിവസങ്ങളിൽ അങ്ങനെ കഴിയുമോ? ഇനി അനേക ദിവസങ്ങളൊന്നുമില്ല, അനേക കാലങ്ങളൊന്നുമില്ല, കുറച്ച് കാലങ്ങളേ ഉള്ളൂ. സയൻസ് പരമായി കണ്ടുപിടിക്കുന്ന 2030 ആകുമ്പോഴത്തേന് ലോകത്ത് സകലവും തീരുമെന്നാണ് സയൻസ് പറയുന്നത്. എങ്കിലും കർത്താവിൻ്റെ പദ്ധതി നമുക്കറിയാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ വരാം, കർത്താവിൻ്റെ വരവ് പെട്ടെന്ന് വരാം, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വരാം. പല കാര്യങ്ങളിൽ കർത്താവിൻ്റെ വരവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വരവ് വരണമെങ്കിൽ പൂർണ്ണമായ സുവിശേഷം, മനുഷ്യരെല്ലാം മാനസാന്തരപ്പെട്ട് പൂർണ്ണമായ സുവിശേഷം അറിഞ്ഞ് അവസാന ജനങ്ങളും സുവിശേഷം അറിഞ്ഞിട്ടേ കർത്താവ് വരത്തുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് നാം ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? സ്നേഹം, സമാധാനം, പരോപകാരം, സൗമ്യത, സന്തോഷം, വിശുദ്ധി, വേർപാട് ഇവയൊക്കെ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ഒരു ദൈവ പൈതലാണ്. നിനക്ക് പരിഭവവും പിറുപിറുപ്പും കുശുമ്പും എന്നെ ആരും വന്ന് കണ്ടില്ലെന്നോ ഇതില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർക്കൊന്നും കർത്താവിൻ്റെ ആത്മാവല്ല ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളതിൻ്റെ സൗമ്യതയോടെ, സമാധാനത്തോടെ എല്ലാത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും എൻ്റെ പ്രിയ കൂട്ടുകാരെ. അതുകൊണ്ട് ആരിലും യൂദാസ് ജനിക്കാതിരിക്കട്ടെ. ആരുടെ ഉള്ളത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ യൂദാസ് ജനിക്കാതിരിക്കട്ടെ. അഥവാ ജനിച്ചാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിക്ഷമിക്കാൻ പറ്റുന്നതാണ് ഒരു ദൈവ പൈതൽ. അല്ലെങ്കിൽ ഒരു ദൈവ പൈതലും അല്ല, ദൈവത്തിൻ്റെ വചനവും നിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ ഈ ഉള്ള നാളുകളിൽ നമുക്ക് യൂദാസുകൾ ജനിക്കാം. നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അതാത് സമയത്ത് പടിപടിയായി നമുക്ക് വേണ്ടുന്നതെല്ലാം, കരുതുന്നതെല്ലാം നമുക്ക് കരുതി നമുക്ക് തരും. നീ എവിടെയാണോ പോകുന്നത്? ഞാനൊരു ആശുപത്രി കിടന്നപ്പോൾ എനിക്ക് അതിന് വേണ്ടുന്ന ഒരാളിനെ ദൈവം കരുതി തന്നു. എൻ്റെ കൈ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് വന്നപ്പോൾ ഞാൻ വിഷമിച്ചു. ദൈവമേ, ആരും ഇല്ലല്ലോ, എനിക്ക് കൈ നനയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് അതിന് അവിടെ ഒരാളിനെ ഒരുക്കി. അപ്പം നമ്മൾ പോകുന്ന റൂട്ടുകളിലെല്ലാം കർത്താവ് നമുക്ക് നല്ല വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കും. എങ്ങനെ ഒരുക്കിത്തരും? നിൻ്റെ ഹൃദയം നന്നായിരുന്നാൽ, നിൻ്റെ ഹൃദയം യൂദാസ് ഇല്ലാതിരുന്നാൽ, നിൻ്റെ ഹൃദയം നിർമ്മലമായൊരു ഹൃദയമായിരുന്നാൽ നിനക്ക് വേണ്ടുന്നതെല്ലാം ദൈവം പടിപടിയായിട്ട് നിൻ്റെ പിന്നിലും മുമ്പിലും ദൈവം തരും. അല്ല എങ്കിൽ മുമ്പും പിമ്പും ദൈവം അടയ്ക്കും. അതടയ്ക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല ഹൃദയങ്ങളായി തീർന്ന് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ളവരായി തീരട്ടെ. നല്ല കുടുംബത്തിൽ നല്ല എല്ലാവരെയും, മക്കളെയും എല്ലാവരെയും, നമുക്ക് ആരും നമ്മുടെ കൂടെ ആരും വന്നില്ലെന്ന് വരും, ആരും നമ്മുടെ കൂടെ നിന്നില്ലെന്ന് വരും. എല്ലാവരും കർത്താവ് പറയുന്നു, ഞാൻ ഒരു നാളും നിന്നെ അനാഥരായി വിടുകയില്ല. എൻ്റെ സ്നേഹം നിന്നിൽ പകർന്നിന് അവസാന തുള്ളി രക്തം വരെ നമുക്ക് തന്ന് ഊറ്റിക്കൊടുത്ത് നമുക്ക് തന്ന യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹമാണ് നമ്മളിലുള്ളത്. ആ സ്നേഹത്തെ മറക്കാതെ ആ സ്നേഹവുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു. അമേൻ, അമേൻ, അമേൻ.